വെൽക്കം ടു അറ്റൻഡ് ദ മാർവലസ് എപ്പിസോഡ് ഓഫ് എ ഡേ വിത്ത് എ സ്റ്റാർ. സോ ഇനി ഞാൻ നിൽക്കുന്നത് പനമ്പള്ളി നഗർ ആക്ട് ലാബിൻ്റെ ഫ്രണ്ടിലാണ്. ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും ഒരുപാട് പുതിയ പുതിയ സിനിമകളൊക്കെ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പുതുമുഖ നായികമാരും വന്നുകൊണ്ടേയിരിക്കുന്നു. അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൂടെയാണ് അവരെ നമ്മൾ ഓർക്കുകയും അവരുടെ സിനിമകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും ഒരു പുതുമുഖ നായികയാണ്. ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. ഇത് രാഗ്. നിഷ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർ. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തകർപ്പനായി ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനം മൂവിയിലെ നായികയാണ് ദുർഗ. സോ ദുർഗയാണ് ഇന്ന് നമ്മുടെ ഡേ വിത്ത് എ സ്റ്റാർലെസ് സ്റ്റാർ. സോ വർക്കൗട്ടിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്തു നിങ്ങളെ. കുഴപ്പമില്ലല്ലേ? ബ്രേക്ക് എടുക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഡേ തുടങ്ങുന്നത്? ഇവിടുന്ന് തന്നെയാണോ? അതെ, എളിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. രാവിലെ ഞങ്ങളുടെ മോർണിംഗ് എക്സസൈസും കാര്യങ്ങളും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങ് തുടങ്ങും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ? ഡ്രാമയുണ്ട്, പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഡ്രാമയുണ്ട്, പിന്നെ നമ്മുടെ ഓരോ ബാച്ച് കഴിയുമ്പോൾ ആക്ടിവിറ്റീസ് പഠിച്ചിറങ്ങുന്ന ആക്ടിവിറ്റീസിന്റെ പെർഫോമൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ പെർഫോമൻസ്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് അവർ തന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇവന്റുകളാണ്. ഫിലിം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മാൻ ബിഹൈൻഡ് അല്ലേ? ബുദ്ധിമുട്ടുണ്ടാവും. ശരി, ഓക്കെ. സർ, ഇതാണ് ഞങ്ങളുടെ ഗുരു, ഇതാണ് എൻ്റെ ഗുരു. ഡേ വിത്ത് എ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ബാക്കി സാർ തന്നെ. അതെ, ക്ലബ് ഒരു ആക്ടിങ്ങിന് മാത്രമായിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആക്ടിങ്ങിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള, ആക്ടിങ് ഒരു ജീവിതമാർഗമായിട്ട് മാറ്റാൻ താല്പര്യമുള്ള ആളുകളെ അവർ വരുന്ന സ്ഥലമാണ്. അവരൊരുമിച്ച് കൂടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ദുർഗ സ്റ്റുഡൻറ്റിനെ പറ്റി ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലത് മാത്രം പറയണം. പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? വെറുതെ അല്ല സാറിനെ വിളിക്കാൻ ഇത്ര ഇനിഷ്യേറ്റീവ്. ദുർഗ ഓൾറെഡി ഒരു ഡാൻസിങ്ങിൻ്റെ ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന ആളാണ് ദുർഗ. അതിൻ്റെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ബേസ് എല്ലാം തന്നെ ഉണ്ട്. എല്ലാ ഇമോഷൻസിനോടും ഏറ്റവും ഈസിലി അതിലേക്ക് കടന്നു ചെല്ലാനും അതിനെ ഫീൽ ചെയ്യാനുമുള്ള ഒരു കരുത്ത്, അതാണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം. അത് ഏറ്റവും നല്ല രീതിയിൽ കണ്ടിട്ടുള്ള ഒരു ആക്ടറാണ് ദുർഗ. എനിക്കെന്താ പറയുക, ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് വളർന്നിരിക്കുകയാണ് ഇപ്പോൾ ദുർഗ. വളരെ സന്തോഷമുണ്ട് ദുർഗയുടെ ഈ വളർച്ച കാണാനായിട്ട്. ഡെഡിക്കേഷൻ അതുപോലെ തന്നെ. ഒരു കാര്യം, ഒരു വർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം എടുത്ത് വേണമെങ്കിലും ഈ വർക്ക് കഴിഞ്ഞിട്ട്, ഈ ഇംപ്രവൈസേഷൻ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് പണിയെടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യവും അതൊക്കെ തന്നെ ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് ഒരുപക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിനിമ കണ്ടപ്പോൾ, വിമാനം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒരുപോലെ തന്നെ പറഞ്ഞ കാര്യമാണ് ദുർഗ അതിമനോഹരമായിട്ട് അതിൽ പെരുമാറി എന്നുള്ളത്. അഭിനയിക്കുക എന്നുള്ളതിനപ്പുറത്ത് ആ പെരുമാറ്റം തന്നെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നതും. അതിൽ വളരെ സന്തോഷമുണ്ട്. ശരിക്കും അഭിമാനം തോന്നുന്നു ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനോട്.
താങ്ക് യു സോ മച്ച് എല്ലാവരോടും. കാരണം നല്ലൊരു ഗംഭീരമായ പെർഫോമൻസസ് ഒക്കെ എല്ലാവരെയും കാണാൻ പറ്റി. അപ്പോൾ ദുർഗ കൂടാതെ ഇനി ഒരുപാട് സാറിന് ആദ്യം തന്നെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ദുർഗ കൂടാതെ ഇനി ഒരുപാട് ഹീറോസും ഹീറോയിൻസും ഒക്കെ ഇനിയും ഈ ആക്ട് ലാബിൽ നിന്ന് ഇനി വരട്ടെ. ഈ ആക്ട് ലാബിനെ പറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ മനസ്സിലാക്കി, ഇനി പ്രേക്ഷകരും ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം നിങ്ങളുടെ ഈ ഒരു അതെ ഈ മുഖങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളത്തെ താരങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം. അപ്പം ഇനിയും ഡേ വിത്ത് സ്റ്റാറിലേക്ക് ഇങ്ങനെ വരാൻ പറ്റട്ടെ. അപ്പം നമുക്കിനി എന്താണ് പരിപാടി? നമുക്കിനി റൂം പോകണം, ഫ്രഷ് ആവണം, ഓക്കെ ശരി. അപ്പം ഇന്ന് ദുർഗയെ ഞങ്ങളിങ്ങ് എടുക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാലേ ഒന്ന് ഉഷാറാവും. അപ്പം നമുക്ക് അതിന് മുമ്പ് കുറച്ച് കോഴിക്കോടൻ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് കാച്ചി തരണം. പിന്നല്ല. അപ്പോൾ നാടിനെ പറ്റി വീട്ടിൽ ആരൊക്കെയാണ് ദുർഗയുടെ? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛമ്മ, അച്ഛൻ, അമ്മ, അപ്പച്ചൻ, എൻ്റെ അമ്മ, മക്കള് എല്ലാവരും ഒരുപാട് പേരുണ്ട്. ഒരു വലിയ ഫാമിലിയാണല്ലേ? കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആദ്യം എന്താ തീരെ ഭയങ്കര അഗേൻസ്റ്റ് ആയിരുന്നു. സിനിമയിലേക്കോ കുട്ടീനൊന്നും വിടണ്ട, അവയും കെട്ടിച്ചു വിടുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഡാൻസറാണ്, അപ്പം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പം സിനിമയൊന്നും സ്വപ്നത്തിൽ പോലും, ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇനിയും കേട്ടും അടുത്ത് കാണും എൻ്റെ ഈ ഒരു ഡയലോഗ്. സിനിമയൊന്നും ശരിക്കും ഞാൻ മനസ്സ് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയോ എത്തിപ്പെട്ടതാണ് സിനിമയിലേക്ക്. എനിക്ക് കാലിനൊരു ഇഞ്ചുറി പറ്റി, എൻ്റെ ലിഗമെന്റിന് ഒരു പ്രോബ്ലം വന്നു. അതിനുശേഷം എനിക്ക് ഒരു 8 to 9 months ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ഒരു സമയത്ത് മോഡലിംഗ് തുടങ്ങി. നടക്കാൻ പറ്റും, ഡാൻസ് ചെയ്യാൻ പറ്റില്ല. നടക്കാൻ പോലും പറ്റില്ലായിരുന്നു, പക്ഷെ നടക്കാനുള്ള വിധം ആക്കി തന്നു എനിക്ക്. പക്ഷെ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റില്ല. പഠിക്കുന്നതും ഡിപ്ലോമ ആയിരുന്നു ഭരതനാട്യത്തിൽ, അതുകൊണ്ട് കോളേജിലും പോകാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ മോഡലിംഗിലേക്ക് കാല് വെച്ചത്. കാല് വെക്കലും ഒരുപാട് സിനിമ ഓഫേഴ്സ് വന്നു. അങ്ങനെ ഒടുവിലാണ് ഞാൻ വിമാനത്തിലെത്തിയത്. പക്ഷെ ഈ കാലിന് ഈ ഇഞ്ചുറി പറ്റിയതിന് ശേഷം വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. മോഡലിംഗ് ആണെങ്കിൽ മോഡലിംഗ്, സിനിമയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ആയിക്കോ, എന്തെങ്കിലും ഒന്നും ആവണല്ലോ, നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്നുള്ള ഒരു നല്ല സപ്പോർട്ടായിരുന്നു അതിന് ശേഷം. പിന്നെ പക്ഷെ അച്ഛനും അമ്മയായിരുന്നു ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു സിനിമയിലേക്ക്. പക്ഷെ പുറത്ത് കേൾക്കുന്ന കമൻസ് അങ്ങനെയാണ്. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പുറത്ത് കേൾക്കുന്ന ഒരു കമൻസ്, അത് എൻ്റെ ഒരു അഭിപ്രായം അത് ശരിക്കും റോങ് ആണെന്ന്. എനിക്കങ്ങനെ വന്നിട്ടില്ല. ഈ ഒരു വിമാന സെറ്റിൽ എനിക്കങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം പക്ഷെ പോസ്റ്റേഴ്സൊക്കെ വന്നതിന് ശേഷം ദുർഗയില്ലേ കുട്ടിയുടെ അമ്മാവനാ ഞാൻ, പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി. സിനിമ ഇറങ്ങുന്ന ദിവസമൊക്കെ ശരിക്കും വീട്ടിൽ എല്ലാവരും തലേ ദിവസം തന്നെ വീട്ടിലേക്ക് വന്നു. ശരി, ഒരു കല്യാണത്തിന്റെ ഒക്കെ ഒരു ബഹളമായിരുന്നു. അത് ശരി, ഒരു ഭയങ്കര ഗെറ്റ് ടുഗദർ പോലെ. എല്ലാവരും, ഞാൻ തീരെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ബാക്കി എല്ലാവരും ഭയങ്കര ഓവർ എക്സൈറ്റഡും ടെൻഷനായിട്ടും എന്തോ ഇതാവാത്ത സമയം. ആ ഒരു 10:30 ആയിരുന്നു ഷോ തോന്നുന്നു. ആ ഒരു സമയം ഞാൻ പയ്യെ എണീറ്റു, ആസ് യൂഷ്വൽ ഞാൻ പയ്യെ എണീറ്റു, പല്ലൊക്കെ തേച്ച് ഒരുങ്ങി വരുമ്പോഴേക്ക് ബാക്കി എല്ലാവരും റെഡിയായി. എന്നിട്ട് ഇന്ന് റെഡിയാവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരാഘോഷമായിരുന്നു സിനിമ ഇറങ്ങിയ ഒരു ദിവസം. നമുക്കിരിക്കല്ലേ. ഇപ്പം ഇങ്ങനെ ഫ്രഷ് ആയിക്കെ വന്നപ്പം ആ വിശപ്പിൻ്റെ കാഠിന്യം കൂടിയോ? വിശപ്പ് കൂടി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വീട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് വീട്ടിൽ വയ്ക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ, ലഞ്ചിന് ഇന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അധികം വീട്ടിലുള്ളത് കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ എപ്പോഴും സ്കിപ്പ് ചെയ്യും. അല്ലെ, ഇദ്ദേഹം ആരാണ്? ഒരു പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയാണിത്. ഒരു പണിയും ചെയ്യാത്ത ആളെന്ന് ഒരു തവണ മീൻകറി വെച്ച കുട്ടി. ദുർഗ എങ്ങനെയാണ്? പോലൊരു നല്ല കുട്ടീനെ വെച്ചോ. ആളൊരു പെർഫെക്റ്റ്. വന്ന സമയത്ത് ഞങ്ങൾ ആദ്യമൊക്കെ മീറ്റ് ചെയ്ത സമയത്ത് ആള് എന്തെങ്കിലും പറഞ്ഞാൽ പരിചയപ്പെടുന്നത്
ആക്ട് ലാബിൽ വെച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ദുർഗ ഇങ്ങനെ കയറി വരുന്നത് തന്നെ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയോ. രാവിലെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഉറങ്ങി എണീറ്റിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ദുർഗ ഇങ്ങനെ കിടന്നത്. അപ്പൊ ശരിക്കും സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന പോലുള്ള. അയ്യോ മതിയോടാ വെള്ളം വേണോ നമുക്ക്? വേണ്ട. ലൈറ്റ് ആയിട്ടോ. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ഗേൾ ഇങ്ങനെ കയറി വരും. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കണ്ടോ ഇനിയും കുട്ടി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ജസ്റ്റ് വന്നങ്ങ് പോകുമെന്ന് വിചാരിക്കും. പിന്നെ മനസ്സിലായി അവിടെ സ്ഥിരമായിട്ടുണ്ട് ആള് ഭയങ്കര. അപ്പം നമ്മൾ വിചാരിച്ചു ഭയങ്കര ജാടയൊക്കെ ആയിരിക്കും. ഇത്രയും സൗന്ദര്യമൊക്കെ കൊടുത്തോണ്ട് ജാടയും കൊടുത്തോണ്ട് ആള് നമ്മൾ മിണ്ടുന്നതിന് മുമ്പ് നമ്മളോട് കയറി സംസാരിച്ച് എന്തുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണോ ഇനി സുന്ദരി അതോ കൺഫ്യൂസ്ഡ് ആയി. അത്രയും പാവം. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് മുഖമൊന്നും കറുപ്പിക്കണ്ട, നമ്മൾ തമാശക്കൊക്കെ പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവുന്നില്ല, ആള് കരയും. അത് ശരി. ഇവർക്ക് കുറെ കോഡ് ഭാഷയൊക്കെ ഉണ്ട്, നമ്മളിതൊന്നും അറിയില്ല. ഈ ആക്കാൻ വേണ്ടി ഇങ്ങനെ കളിയാക്കിയൊക്കെ സംസാരിക്കല്ലോ, ആൾക്കതൊന്നും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ല. നിഷ്കളങ്കയായ ഇവര് നുണ പറയുന്ന വിശ്വസിക്കാൻ പറ്റില്ല. സത്യം പറയുന്ന പോലെ ഇവര് നുണ പറയാം. ഞാൻ നുണ പറയാറില്ല, വേറെ ആൾക്കാർ. എന്ത് എങ്ങനെ അറിയാമോ? ഞാൻ ശരിക്കും എന്നിട്ട് ആണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിരിക്കും, ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അതുകൊണ്ട് എന്നെ എത്ര പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്? അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ പഠിച്ചല്ലോ, ഇപ്പൊ പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്. എന്ന് സ്വയമായിട്ട് വിചാരിക്കുന്നത്. സ്വയമായിട്ട് ആശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും വന്ന് നിഷ്കളങ്കതരമൊക്കെ കയ്യിലുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, US ഷൂട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഈ വിമാനത്തിന്റെ തന്നെ ഷൂട്ട് ചിലപ്പം US പോകാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചു, എടാ അവിടെ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എടാ, അതല്ലടാ എന്താ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ഞാൻ പറഞ്ഞു ഇല്ല, പറഞ്ഞു നീ പറ എന്താ. അവിടെ ഈ കാണുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ആരെങ്കിലും പിടിച്ച് കിസ് ചെയ്യുമോ? ചേട്ടാ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? വേണ്ട ഒന്നും കട്ട് ചെയ്യരുത്. നമുക്കങ്ങനെ സേഫായിട്ട് നടക്കാൻ പറ്റുമോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇന്ന് ഇയാളാണ് ഭയങ്കര ബോൾഡായി. ഇപ്പൊ ഞാൻ ഭയങ്കര ഈ ജനറേഷനിലും ഇങ്ങനെ ഒരു മനുഷ്യൻ ഭയങ്കര നിഷ്കളങ്കയാണ്, അത്രേ ഉള്ളൂ. ഡയറ്റ് ഒക്കെ എങ്ങനെയാണ് ദുർഗ? ഡയറ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. ചോക്ലേറ്റ് ഇഷ്ടമല്ല തോന്നി. കയ്യിൽ കിട്ടിയാൽ എല്ലാവർക്കും കൊടുക്കും ചോക്ലേറ്റ് മാത്രം അല്ലേടാ? അങ്ങനെയല്ല, ഞാൻ ചോക്ലേറ്റ്, എനിക്ക് ഭയങ്കര ചോക്ലേറ്റ് ലവറാണ് ഞാൻ. അപ്പം കുട്ടികളുണ്ടെങ്കിൽ പോലും ഞാൻ ചോക്ലേറ്റ് കൊടുക്കില്ല. വേറെ എല്ലാം ഞാൻ ഷെയർ ചെയ്യും, പക്ഷെ ചോക്ലേറ്റ് ഞാൻ ഷെയർ ചെയ്യില്ല. ചോക്ലേറ്റ് കൈ കിട്ടിയാൽ അടുത്ത ആരെയും നിൽക്കുന്നത് ഇഷ്ടമല്ല, ഒന്നും ഷെയർ ചെയ്യത്തില്ല. ഞാൻ പക്ഷെ ചോദിക്കും, നമ്മുടെ ഒരു മര്യാദ. അത് അടുത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ചോദിക്കാനേ പോയില്ല. പക്ഷെ വേറൊരാൾ വന്ന് നോക്കുമ്പം വേണോ എന്ന് ചോദിക്കും. വേണ്ടെന്ന് പറയണേ മനസ്സിൽ വേണ്ടെന്ന് പറഞ്ഞ മുമ്പ് എന്നോട് രാവിലെ ഒന്ന് ചോദിച്ചിരുന്നു, അയ്യോ ഞാൻ തിന്നുപോയി എന്ന് പറഞ്ഞു. ചോദിച്ചില്ല മാത്രമാണ് കുട്ടി ചോദിച്ചത്. താങ്ക്സ്. ദുർഗ ഏത് ഫുഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നോൺ വെജ് ആണല്ലോ ഇഷ്ടം? വെജ് ഞാൻ സാമ്പാർ ആദ്യമായിട്ട് വെക്കുന്നത് ആക്ട് ലാബിൽ വന്നതിന് ശേഷം. ഞാൻ ആക്ട് ലാബിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് സാമ്പാറാണ്. നല്ലായിരുന്നു, കഷ്ടം. 2 മാസം വെച്ച് വിളമ്പി തന്നിട്ട് നല്ലായിരുന്നു. അതെന്ന് വെച്ചാൽ എന്തുണ്ടാക്കിയാലും ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, ഇത്രയും മതിയോടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നശിപ്പിച്ചു. ദുർഗ കുക്കിംഗ് ഒക്കെ എപ്പോഴാണ് ഇത് പഠിച്ചത്? അമ്മ നന്നായി കുക്ക് ചെയ്യും, പക്ഷെ അച്ഛനും ഭയങ്കര. അച്ഛൻ ഒരു സമയം പുറത്തു പോയി വന്നതിന് ശേഷം ഭയങ്കര കുക്കിംഗ് ഒക്കെ. അപ്പം അച്ഛൻ്റെ കൈയാള് ഞങ്ങളാ. അച്ഛൻ ചുമ്മാ ഇങ്ങനെ നടക്കും, മുളക് പൊടി എടുക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് വരണം, ഉപ്പ് എടുക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ. ഇപ്പം ഞാനും അനിയനും ഇപ്പുറത്തിരിക്കും, അമ്മയുണ്ടാവും. തക്കാളി അരിയൂ എന്ന് പറയുമ്പം ഒരു മിനിറ്റ് ഫുഡൊക്കെ എത്തി. സെവൻത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു കറി വെക്കണത്. ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് പക്ഷേ ഭയങ്കര സക്സസ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഒരാൾ നന്നായി അറിയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കുക്ക് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യും. പിന്നെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു.
വീട്ടിൽ ഒരു പരീക്ഷണം. പരീക്ഷണങ്ങളൊക്കെ നടത്തും. അതുപോലെ തന്നെ ആക്ട് ലാബിലും പിന്നെ ഓരോ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. കാലിക്കട്ട് ഭയങ്കര ഫുഡിന്റെ ഒരു ഏരിയ അല്ലേ? അതെ അതെ. സ്നാക്സും. കാലിക്കറ്റ് ഫുഡിന്റെ ഏരിയ ആണ്. അതുപോലെ സൽക്കാരപ്രിയരാണ്. കാലിക്കട്ടുള്ള ഒരു ദുർഗയുടെ ഒരു ഫേവറേറ്റ് ഇത് പറഞ്ഞു ഫുഡ് ഡിഷ്. ഈന്ത്. പണ്ടോട്ടെ കൃഷ്ണഭക്തയോ. അപ്പം ഈ കണ്ണനെ തന്നത് നമ്മൾ പോയില്ലേ ക്ലബ്, അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ചു ചേച്ചി. അപ്പൊ ചേച്ചി എനിക്ക് കണ്ണനെ എൻ്റെ പിറന്നാളിന്റെ ദിവസം കൊണ്ടുവന്നതാണ്. ചെറുതാണോ തീരെ? കുഞ്ഞിക്കണ്ണന. അപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ എവിടെ പോകുമ്പോൾ എനിക്ക് ബാഗ് ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഞാൻ ബാഗിൽ വെക്കില്ല, കയ്യിൽ വെക്കും. സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ കണ്ണനെ എടുത്തിട്ട് ബെഡിൽ നിന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കിടക്കും. സെറ്റിലേക്കും ഞാൻ കണ്ണനെ കൊണ്ടുപോകും. അപ്പം എനിക്ക് ക്യാരവൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നെങ്കിൽ ക്യാരവണിൽ വെക്കും, പിന്നെ അച്ഛൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അച്ഛൻ്റെ കാറിൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് കൈമാറുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ, അച്ഛൻ, ഞാൻ വേറൊരു കയ്യിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് തോന്നണം ഇവിടെ കണ്ണൻ ഒക്കെയാണ്, എനിക്ക് തോന്നുന്ന സ്ഥലത്ത് ഞാൻ കണ്ണനെ വെക്കുള്ളൂ, താഴെ വെക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ. അപ്പം ഇറങ്ങണ അന്ന് ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ സമയത്ത് ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് കണ്ണനോട് ഞാൻ കൂടെ ഇറങ്ങുകയാണ്, കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ ഇറങ്ങി. അന്ന് പ്രായമായിട്ടുള്ള സീനായിരുന്നു. സിനിമ കണ്ടവർക്ക് അറിയാം, പ്രായമായിട്ടുള്ള ഒരു സീനായിരുന്നു. അത് ചെയ്യുമ്പം അതായിരുന്നു ചെയ്യാൻ. ഞാൻ കാറിൽ കയറിയിരുന്നപ്പം ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നു ഭഗവാനെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. കാറിൽ കയറിയിരിക്കുമ്പം ആള് എന്നെക്കാട്ട് മുമ്പേ കയറിയിരിക്കുന്നുണ്ട് കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ആളവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഡയറക്ടർ കണ്ണനെയും കൂടെ ഫ്രണ്ടിൽ വയ്ക്കുക. ആർട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടന്മാർ കണ്ണനെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. എൻ്റെ ഫസ്റ്റ് ഷോട്ട് കണ്ണനോടൊപ്പമായിരുന്നു. ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ ഷോട്ട് കണ്ണനും ഞാനും കൂടെ ഉള്ളായിരുന്നു. ഇതാണ് എൻ്റെ സ്ട്രെങ്ത്. അത് അനിയൻ ദുഷ്യന്ത് കൃഷ്ണ, ഇത് ജിഷാലാൽ, ഇത് കൃഷ്ണലാൽ, അച്ഛനമ്മ. ഇപ്പം ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് മൂവി റിലീസായ ഒരു ഇതാണ്. എന്താണ് ചേച്ചിയുടെ സിനിമയെ പറ്റിയുള്ള അനിയൻ്റെ അഭിപ്രായം? ഞാൻ കേൾക്കാം. എത്ര തവണ കണ്ടു? 4 പ്രാവശ്യം കണ്ടു. 4 പ്രാവശ്യം. ആദ്യം അവളെ കൂടെ കണ്ടു, പിന്നെ തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഫ്രണ്ട്സിന്റെ കൂടെ കണ്ടു, പിന്നെ കാണാത്ത ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും കൂടി കണ്ടു. അങ്ങനെ 4 പ്രാവശ്യം. 4 തവണ കണ്ടു. എന്ത് പറഞ്ഞു ഫ്രണ്ട്സ് ഒക്കെ? എന്തോ പറഞ്ഞു? ആർക്കും നല്ല പടം. അച്ഛൻ്റെ ബിസിനസ്സാണ്, പക്ഷേ അച്ഛൻ നാട്ടിൽ പോകുന്നില്ല. രണ്ടുപേരുടെ കൂടെ തന്നെ ഉണ്ടാവും സിനിമ ലൊക്കേഷനിൽ. അതായത് ഈ ഒരു ഫെബ്രുവരിയിലാണ് ഷൂട്ടിങ് തുടങ്ങി. അവിടം തൊട്ടിട്ട് ഇവിടം വരെ, പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ വർക്ക്സും എല്ലാ കാര്യത്തിനും ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അച്ഛനവിടെ. എല്ലാം ഫോണിൽ കൂടെയാണ്. പിന്നെ രണ്ടുപേരും മാറാണ്ട് കൂടെ തന്നെ ഉണ്ടാവും. ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും? ഒരുപാട് പ്രാവശ്യം കുറേ ഓഫർ വന്നിട്ട് ഇവള് എൻ്റെ അടുത്ത് കൊണ്ടുതരും, അമ്മേതാ അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ അച്ഛന് ഇഷ്ടമല്ലേ മോളെ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് വേണ്ടെന്ന്. പിന്നെ 1-2 വെറുതെ കാണാമെന്നൊക്കെ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാന്നല്ലാണ്ട് ഒന്നും ഇതായിട്ടില്ല. ഇത് ഞങ്ങൾ മൂകാംബിക പോയി വരുന്ന സമയത്തായിരുന്നു. അപ്പം ഭയങ്കര ദേവി ഭക്തനാണ്, അതാണ് ദുർഗാന്ന് പേര് തന്നെ ഇട്ടത്. അപ്പോൾ പറഞ്ഞ എന്തോ അമ്മ എന്തോ നിശ്ചയിച്ചിട്ടുണ്ടാവും, നമുക്കൊന്ന് പോയി നോക്കാന്ന് വന്നതാണ്. പിന്നെ ഇവക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൃഥ്വിരാജ് ഒന്നും കൂടി കേട്ടപ്പോ പിന്നെ ഫ്ലാറ്റ് സാറിനെ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഇൻഡസ്ട്രി അങ്ങനെയാണ്, മോശമാണ്, അതാണെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല തന്നെയാണ്. എല്ലാത്തിലും ഉണ്ട്, മോശം കാര്യം നല്ല കാര്യവും എല്ലാത്തിലും ഉണ്ട്. എനിക്ക് അഭിനയിക്കാൻ ടെൻഷനേ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തുള്ളിച്ചാടി നടക്കുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡേ ഒക്കെ ഞാനിങ്ങനെ തുള്ളിച്ചാടി നടക്കുമ്പം അവർ ചോദിക്കും പുതിയ ആളല്ലേ,
നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന പോലെ ഒന്ന് അഭിനയിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് ടെൻഷൻ വന്നത് എപ്പോഴാണെന്ന് അറിയോ, രാജേട്ടൻ ഈ ഡിസ്റ്റൻസിൽ വന്നിരുന്നപ്പോഴും എനിക്ക് ടെൻഷൻ വന്നു. വേറെ എത്ര ആർട്ടിസ്റ്റുകൾ കൂടെ ചെയ്തിട്ടും സുധീർ കർമ്മ, സുധീരേട്ടൻ, ബാലചന്ദ്രൻ, ബാലചന്ദ്രൻ, അലൻസിയറേട്ടൻ, ലെന ചേച്ചി, പ്രവീണ ചേച്ചി, എനിക്ക് ഒരാളുടെ കൂടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു, ടെൻഷനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇദ്ദേഹം വന്ന് അടുത്തിരിക്കുമ്പോൾ തൊട്ട് എനിക്ക് കയ്യിൽ നിന്നൊക്കെ വെള്ളം ഇറ്റുമായിരുന്നു. അയ്യോ ടെൻഷനായിട്ട്. പക്ഷേ ചേട്ടൻ തന്നെയാണ് കൂളാക്കിയത്. അവരൊക്കെ ഒരു ടേക്ക് 2 ടേക്കിൽ ഓക്കെ ആക്കും. അപ്പം നമ്മൾ അതുപോലെ ചെയ്തില്ലെങ്കിൽ അവർക്ക് മുഷിയും ചീത്ത പറയും എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ടേക്കിൽ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഞാൻ ചേട്ടൻ പോയി ചേട്ടാ സോറി എന്ന് പറയും. ചീത്ത കേൾക്കുന്നു, ഇപ്പം കേൾക്കുന്നു വെച്ചിട്ട് ഞാൻ ഭയങ്കര സോറി എന്ന് പറയുമ്പോൾ ചേട്ടൻ ഇറ്റ്സ് ഓക്കെ കൂൾ, നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം എന്ന് ചേട്ടൻ തന്നെ പറയും. സ്കൂളിൽ കലോത്സവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ദുർഗെ? നിങ്ങൾ അന്നേരം തൊട്ടേ ഉള്ള പ്രോത്സാഹനങ്ങളൊക്കെ? അതെ, ചെറുപ്പം മുതൽ അവൾക്ക് ഡാൻസ് പഠിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ ഞാനത് ആദ്യം ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അവൾക്ക് ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ ഓർത്തഡോക്സ് ഫാമിലിയാണ്. എന്നെ വിടൂലില്ലായിരുന്നു ഒരു പ്രോഗ്രാം ചെയ്യാനൊന്നും. 10th വരെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പഠിച്ചു, പ്രോഗ്രാംസിനൊന്നും വിടില്ല. പിന്നെ ലാസിയിൽ പോയതിന് ശേഷമാണ് അവിടുന്ന് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞങ്ങളെ പെർമിഷൻ വേണ്ടല്ലോ, അവർ കൊണ്ടുപോകും പിള്ളേരുമായിട്ട്. അച്ഛമ്മ നല്ല സപ്പോർട്ടാണ്. അച്ഛമ്മയുടെ കൊച്ചുമോള് എന്താ അറിയോ, ഇവരെ ഈ ഒരു തറവാട്ടിൽ, അതായത് പാപ്പൻ, മേമ, ഓപ്പോളിൻ്റെ മാമൻ്റെ ഒക്കെ എല്ലാവർക്കും ആൺമക്കളാണ്, പെൺകുട്ടിയായിട്ട് ഞാനേ ഉള്ളൂ. അത് ശരി. പച്ചമ്മയ്ക്കൊക്കെ ഒരു പുന്നാരി, അതാണ് ഇവർക്കിടയിൽ എല്ലാവരും എനിക്ക് തോറ്റു തരുന്നത്. അതുകൊണ്ടാണല്ലേ പോകുന്നത്. മലബാർ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി പേജിൻ്റെ ചെയ്തത്. അപ്പം അവിടെ നിന്നാണ് ഈ ഫാറ്റസ് എന്ന് പറഞ്ഞ ബ്യൂട്ടിക്കിലെ നൗഷി മാമിനെ പരിചയപ്പെടുന്നത്. ആള് ഇതുപോലെ എന്താ പറയുക, നമ്മൾ സംസാരം കേൾക്കില്ല, ആള് സംസാരിക്കുന്നത് കണ്ടിരിക്കാൻ രസമാണ്, നോക്കിയിരുന്ന് പോകും. എപ്പോഴും മോളെ എന്ന് വിളിച്ചിട്ട് ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നിപ്പോവും. അങ്ങനെ ഒരാളാണ്, അങ്ങനെ ഒരു വ്യക്തി. അപ്പം തുടക്കം തൊട്ടിട്ട് എന്നെ നല്ല സപ്പോർട്ടാണ്. ഞാൻ ആദ്യമായിട്ട് മോഡലിംഗ് ചെയ്തപ്പം സിനിമയിലേക്ക് ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഈ മാമായിരുന്നു. ശരി. അപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസിൽ ഒരാളാണ് ഈ നൗഷിജ. അപ്പം പോയിട്ട് നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ലൊക്കേഷൻസ് മേക്കപ്പും അല്ലെങ്കിൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് സ്കിൻ നോക്കാൻ പറ്റത്തില്ല. ഇപ്പം ദുർഗയുടെ ഒരു ഫസ്റ്റ് എൻട്രി ആണ് എങ്കിൽ പോലും എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട്? ഇപ്പം ഒരുപാട് നേരത്തെ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്, റാം ഷോസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കിൻ മെയിൻറ്റെയിനിങ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ദുർഗയുടെ സൗന്ദര്യ രഹസ്യമൊക്കെ നാട്ടുകാർക്ക് അറിയട്ടെ. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യാറില്ല, അതാണ് സത്യം. അത് സത്യം കേട്ടോ, ഞാനിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഒന്നുമില്ലാതെ വളരെ നാച്ചുറലായിട്ട് ഒരു കാജൽ മാത്രം എഴുതി, കാജലും പൊട്ടും ഇച്ചിരി ലിപ് ഗ്ലോസും ഇറങ്ങി. ഇവിടെ ഒരു പൗഡർ ഇട്ടില്ല, ഞാൻ കോമ്പും യൂസ് ചെയ്യാറില്ല. അങ്ങനെ വരും. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് അവരാണ് എന്നെ ഒന്ന് ഒരുക്കണതും. ഞാൻ ചീപ്പൊക്കെ വെക്കണത് ഞാൻ കൈ വെച്ചിട്ടാണ് മുടി പോലും ശരിയാക്കുന്നത്. അതുപോലെ എനിക്ക് പൗഡർ മേക്കപ്പ് ഒന്നും എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്താ ഭയങ്കര ഒരു ഇതായിരിക്കും. ഇപ്പം ഈ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ ഉച്ചയായി കഴിഞ്ഞാലും മുഖം മുഴുവൻ കഴുകി കളയും. എന്നുവെച്ചാൽ ഞാൻ അത്രയും കുറച്ച് ആ ഒരു ബ്രേക്കിൻ്റെ സമയം ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അടുത്ത ഷോട്ട് ആവുന്നതിന് മുമ്പ് വീണ്ടും മേക്കപ്പ് ചെയ്യും. അപ്പം ഡാൻസിൻ്റെ സമയത്ത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് ഡേ പിമ്പിൾ വരും. കാരണം ഇത് ശീലമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പൗഡറൊന്നും ഇടില്ല, ആകെ കണ്ണെഴുതും പൊട്ടു ഒന്നും ഇച്ചിരി ലിപ് ഗ്ലോസ്. അതാണ് എൻ്റെ മേക്കപ്പ്. കോംബ് ചെയ്യുക പോലും ഇല്ല, കൈ വെച്ചിട്ട് ചെയ്യുള്ളൂ. വീട്ടിലെന്തെങ്കിലും ഇപ്പം അങ്ങനെ റെമഡീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? വീട്ടിൽ നിന്ന് നിർബന്ധിക്കും. ഈ കറ്റാർ വാഴയൊക്കെ ഉണ്ടല്ലോ, അലോവേര, അപ്പോൾ അതിൻ്റെ ഈ ജെല്ലൊക്കെ അമ്മ തന്നെ എടുത്ത് വന്നിട്ട് അമ്മയെ നിർബന്ധിക്കും. പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയാണ്. എനിക്കിഷ്ടം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫേസിൽ എന്തെങ്കിലും ഇരുന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഈവൻ പൗഡർ ക്രീം ഇട്ടാൽ പോലും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ വാഴത്തേക്കുമ്പോൾ എനിക്ക് മിച്ചിങ് ആയിരിക്കും. അതല്ലാണ്ട് ഒരു കാര്യമുണ്ട്, ഈ നവര അരി അറിയോ? അതങ്ങനെ ആർക്കും അറിയാനായിട്ട് ഇല്ലാത്തൊരു കാര്യം അല്ല, ആ ഒരു റെമഡി ആർക്കും അങ്ങനെ അറിയാൻ സാധ്യതയില്ല. പക്ഷെ അത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. നവര അരി പൊടിക്കും. പൊടിച്ചിട്ട് നമ്മളത് ഇച്ചിരി പാലെടുത്തിട്ട് ആ പൊടിയും പാലിലിട്ടിട്ട് നമ്മളതിട്ട് ചൂടാക്കിയിട്ട് അതിങ്ങനെ ഒന്ന് വയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ പേസ്റ്റ് രൂപത്തിലാവും. അത് ഫേസിലിട്ടാൽ ഭയങ്കര ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് ചേഞ്ച് കിട്ടും. പിന്നെ ഞാൻ അത് ചെയ്യാറുണ്ടായിരുന്നു.
എൻ്റെ ഫുഡിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കും, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഈ കാലത്ത് അതൊക്കെ സ്കിന്നിനും കൂടെ പറ്റുന്ന ഫുഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഫുഡിലുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് അധികം മുഖത്ത് വാരി തേക്കുന്നതിലും ഇഷ്ടം അകത്തോട്ടങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫുഡിൽ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ ഞാൻ ഈ തലേ ദിവസം രാത്രി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതിങ്ങനെ പിഴിഞ്ഞിട്ട് അത് കുടിക്കും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാലത്ത് എല്ലാം അല്ലേ, ഈ ഉണക്കമുന്തിരി, പിന്നെ ഡേറ്റ്സും ബദം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോർണിംഗിൽ എൻ്റെ വെറും വയറ്റിൽ ഞാൻ കഴിക്കുന്നത് ഈ ആദ്യം വെള്ളം കുടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 hour കഴിഞ്ഞാൽ ഞാൻ ഈ ഉണക്കമുന്തിരിയും കാര്യങ്ങളും കഴിക്കും.